ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായ രാഹുലിനെ വൈകുന്നേരം 4 മണിവരെയാണ് ചോദ്യം ചെയ്തത്. നാളെയും അന്വേഷണ സംഘത്തിന് മുൻപാകെ രാഹുൽ ഹാജരാകും. കൂടുതൽ തെളിവെടുപ്പ് വരുന്ന ദിവസങ്ങളിൽ നടക്കുമെന്നാണ് സൂചന. ആദ്യ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇന്നും നാളെയും മറ്റന്നാളും ഹാജരാകണമെന്നടക്കമുള്ള കർശന ഉപാധികളോടുകൂടിയായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് രാവിലെ അഗസ്ത്യ ഗസ്റ്റ് ഹൌസിൽ 10 മണിയോടുകൂടിയാണ് ഹാജരായത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പിന്നീട് പുരോഗമിക്കുകയായിരുന്നു. വൈകുന്നേരം 4 മണിവരെയായിരുന്നു ഈ ഒരു അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം. അതായത് 10 മണി മുതൽ 4 മണിവരെ ഈ വരുന്ന 3 ദിവസങ്ങളിൽ, ഇന്നടക്കമുള്ള 3 ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിച്ചത്. ഇന്ന് തന്നെ ലൈംഗിക ശേഷി പരിശോധനയും ഒപ്പം തന്നെ ഈ ഒരു ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഫ്ളാറ്റിലേക്ക് എത്തി തെളിവെടുപ്പും മറ്റും നടക്കുമെന്ന് ഒരു സൂചന ലഭിച്ചിരുന്നെങ്കിലും ഇന്ന് പോലീസ് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതിന് പകരം ഈ ഒരു മൊബൈൽ ഫോണിലാണ് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളുള്ളത്. ആ ഫോണ് പോലീസിന് നൽകണമെന്നും അതുമായി ബന്ധപ്പെട്ട പാസ്വേഡുകൾ അടക്കം പോലീസിന് കൈമാറണമെന്ന് ഈ ഒരു കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി എന്നാണ് വിവരം. ഈ ഒരു ബലാത്സംഗത്തിൻ്റെയും ഒപ്പം തന്നെ ഗർഭചിത്ര പരാതികളും അടക്കമുള്ള നിർണായക വിവരങ്ങളും അതിൻ്റെ ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെട്ട് ഇരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ഇരയുമായുള്ള സംഭാഷണം ഒപ്പം ചാറ്റുകളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളടക്കം ലഭിക്കണമെങ്കിൽ ഒരു ഇരയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പുറത്ത് ഇറക്കുമെന്നടക്കമുള്ള രീതിയിൽ ഭീഷണികൾ നിലനിൽക്കുന്നു എന്നടക്കം ഇര പിന്നീട് പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിലടക്കം ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഒപ്പം ശാസ്ത്രീയ തെളിവുകളടക്കം സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു ഫോണ് പോലീസിൻ്റെ പരിധിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ അത് ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് പോലീസ് കടന്നത്. നാളെയും മറ്റന്നാളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ മാസത്തിലെ 2ാം ശനിയാഴ്ചയും പോലീസിന് മുൻപാകെ ഹാജരാണ്. ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം. ഇപ്പോൾ പാസ്പോർട്ട് അടക്കം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. മാത്രമല്ല ഈ ഒരു ഇരയെയോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയോ നേരിട്ട് ബന്ധപ്പെടാനടക്കം പാടില്ല എന്ന കർശന ഉപാധികളോടുകൂടിയായിരുന്നു ജാമ്യം അനുവദിച്ചത്. എന്ത് തന്നെയായാലും വരുന്ന 2 ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ രാഹുൽ മാങ്കൂട്ടം ഹാജരാകും. ആ സമയത്ത് തന്നെ ഈ ഒരു ലൈംഗിക ശേഷി പരിശോധനയും ഒപ്പം ഈ ഒരു ഫ്ളാറ്റിലേക്ക് എത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കം നടത്തുമെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജാമ്യം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ജാമ്യം തന്നെ റദ്ദാക്കാനുള്ള ഒരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത്തരം കടുത്ത രീതികളിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കടക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും ഈ ഒരു അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒപ്പം അഭിഭാഷകൻ്റെയും തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.